ഹായ് പറയൂട്ടു. അപ്പൊ ഇന്നിപ്പോ വ്യാഴാഴ്ചയായി. ശനിയാഴ്ച നമ്മ തിരിച്ച് സിംഗപ്പൂരേക്ക് പോകും. അപ്പോൾ ഇന്ന് മാങ്ങാട് വീട്ടില്, ഞാൻ എൻ്റെ വീട്ടില് കുറച്ച് പരിപാടി ഉണ്ട്, ബിന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ട്. ദിബിൻ്റെ വീട്ടിൽ പോകണം, അബിൻ്റെ വീട്ടിൽ പോകണം, കിച്ചുവിൻ്റെ വീട്ടിൽ പോകണം, അങ്ങനെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് നമ്മ ചോറെല്ലാം വെച്ചിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ ആട്ടേക്കാലം പോയിട്ട് ഡയറക്റ്റ് മാങ്ങാട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മ ചൊട്ടപ്പാലം വഴിയാണ് പോകുന്നത്. ചൊട്ടപ്പാലത്തിൽ നമ്മ വന്നില്ല, പുതിയ പാലം അതിന് ശേഷം. പക്ഷേ നമ്മ രാത്രിക്ക് ആയതുകൊണ്ട് പാങ്ങിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പാങ്ങിൽ കാണിച്ചു തരാം ചൊട്ടപ്പാലം. മറ്റന്നാൾ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ബേജാറാണ്. ഇനി പോയാൽ ഇപ്പോഴേ വരാൻ പറ്റില്ല. 2 ആഴ്ച എത്ര പെട്ടെന്ന് തീർന്നത്. പൊന്നാറാന്ന് പോകാൻ മടിച്ച്, പക്ഷെ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ, പോണ്ടേ. അപ്പോൾ ശനിയാഴ്ച രാവിലെ നമ്മ ഇറങ്ങും. ഉച്ചക്കാന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. ബാങ്ക് നോക്കിയിട്ടില്ല. ഇന്ന് കിഷോർ പോവും. അങ്ങനെ എല്ലാവരും 1 by 1 ആയിട്ട് വരും. അപ്പൊ കുറച്ച് സമാധാനമുണ്ട്. അതെ, എല്ലാരും വരുമല്ലോ 1 by 1 ആയിട്ട്, ബാക്കിൽ എന്നുള്ളൊരു സമാധാനമുണ്ട്. ഇതിലേ നമ്മ ഈ പാലം കെട്ടുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റൂല, കാരണം പാലം കെട്ടിയിട്ടായിട്ടല്ലോ. അപ്പൊ നമ്മള് ജസ്റ്റ് പാലം കെട്ടുന്നത് കാണാൻ വേണ്ടി മാത്രം വന്ന് ജസ്റ്റ് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് സ്ഥലത്ത് നല്ല റോഡുണ്ട്, കുറച്ച് പൊട്ട റോഡാണ്, കുറച്ച് ചെറിയ വീതി അത്രേ ഉള്ളൂ. ഇതിലെ കൂടിയിട്ട് അങ്ങോട്ട് ബസ് പോകുന്നേ ഇതിലല്ല, മറ്റേ റോഡിലെ കൂടിയിട്ട് ബസ് ഉണ്ട്. കണ്ട, ഇവിടെ കുറച്ച് റോഡ് മോശമുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഭയങ്കര വീതി കുറഞ്ഞിട്ട് 2 വണ്ടി വന്നെങ്കിൽ കുറച്ച് പണിയെടുക്കും. ഇപ്പൊ പാലം എത്താനായിട്ടിട്ട് കണ്ട, പെട്ടെന്ന് റോഡ് അടിപൊളി. ഇപ്പൊ നല്ല അടിപൊളി റോഡ്. നല്ല വീതിയുണ്ട് റോഡിൽ. ആ കുറച്ച് സ്ഥലത്ത് മാത്രമേ വീതി കുറവുള്ളൂ. നല്ല വളവാണ്, നല്ല ബെൻഡുണ്ട്. ആ വലിയ വളവ് തിരിട്ട് കത്തിയല്ലേ, ഇതല്ലേ വലിയ വളവ്? ഇതല്ല വലിയ വളവ്, കണ്ട വലിയ വളവ്. അങ്ങനെ നമ്മൾ ചട്ടപ്പാലത്തിലെത്തി ഗൈസ്. പോയാല് കുറച്ച് വെള്ളമുണ്ട്. പൊരി വെയിലായതുകൊണ്ട് നമുക്ക് നിർത്തണ്ട. ഇനി അങ്ങോട്ട് കുറച്ച് കാട് കേട്ടും. ഇപ്പൊ നല്ല റോഡ് കഴിഞ്ഞു. ഇനി നമ്മൾ പിന്നെയും കുറച്ച് പട്ട റോഡ് കയറാൻ പോകുന്നുണ്ട്. ഇത് ഫുള്ള് കാടാണ് കേട്ടോ, 2 സൈഡിലും. നമ്മ അന്ന് വരുമ്പോ രാത്രി വന്നത് നമുക്ക് കുറച്ച് പേടിയായി, കാരണം 2 സൈഡ് ഒന്നുമില്ല, ഒരു ലൈറ്റ് കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ഒരു വണ്ടി വരുന്നില്ല, ഭയങ്കര കാട്. പക്ഷെ ഇപ്പൊ കാണുമ്പോ കുഴപ്പമില്ല തോന്നുന്നു, അല്ലേ? എന്നാലും പേടിയാവും. ഇപ്പുറത്ത് ഫുള്ള് കമ്പി വേലിയിലൊക്കെ ഇട്ടിട്ട് രാത്രി വരുമ്പോ ഭയങ്കര കാട് പോലെ തോന്നും. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ചൊട്ടപ്പാലം നേരെ വന്നിട്ട് കൂടിയത് ഇരിയണ്ണി റോട്ടിൻ്റെ അവിടെയാണ്. എന്നിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായത് മുണ്ടക്കൈക്കാണ്. മുണ്ടക്കൈയിലാണ് ദിബിൻ്റെ വീട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നിർത്തിയിട്ടുണ്ട് അതിന് മോര് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മോര് കുടിക്കുന്ന സ്ഥലം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം ഇപ്പോൾ നമ്മൾ കാനത്തൂർ പോകുന്ന സമയത്ത് ഇവിടെ നിർത്തിയിട്ട് മോര് കുടിക്കലുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പേ അറിയുന്ന ആൾ തന്നെയാണ് ഇവിടെ മോരിൻ്റെ ഇത് നടത്തുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് അച്ചാറും ഉണ്ട്, നെയ്യുണ്ട്, മോരുണ്ട്, തൈരുണ്ട്. പക്ഷെ നമ്മൾ എപ്പം പോകുമ്പം മോര് കുടിക്കുകയും ചെയ്യും, അവിടെ മോര് വാങ്ങുകയും ചെയ്യും. നമ്മോരെ ബ്ലോക്കാക്കി.
നമ്മളെ ഫേവറേറ്റ് സ്പോട്ടായിരുന്നു അത്. അപ്പൊ നമ്മ എപ്പോ അച്ഛമ്മേന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അത്. അപ്പൊ ബോയ്ക്കാൻ തന്ന ഷോപ്പ്. അപ്പൊ എപ്പം അങ്ങോട്ടേക്ക് ആ സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് മോര് കുടിക്കാതെ പോയ ചരിത്രമില്ല. പിന്നെ ഒരു പീടി പൂട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം കുടിക്കില്ല, അല്ലെങ്കിൽ എപ്പം മോരാടുന്ന് കുടിക്കുകയും ചെയ്യും, കുപ്പി പാർസൽ വാങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ അവിടുന്ന് കുപ്പിയും കുടിച്ചു. ഞങ്ങൾ 3 കുപ്പി പാർസലും വാങ്ങി. അതിലൊരു കുപ്പി ഇപ്പൊ പോകുന്ന വഴിക്ക് തീരുമായിരിക്കും. ബാക്കി അഞ്ജനക്ക് മോര് ഇഷ്ടം, അപ്പൊ അഞ്ജനക്ക് കൊടുക്കാന്ന് ചോദിച്ചു മോര് വാങ്ങിച്ചു. പക്ഷെ ഓളെ പേരിൽ ഞാൻ തന്നെ കുടിക്കും ചിലപ്പോ. അപ്പൊ അങ്ങനെ ഞങ്ങളെ മാളുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് മോര് തന്നെ മാളുവിന്റെ ജീവൻ. അപ്പം അങ്ങനെ ഇപ്പൊ നമ്മ അളയമ്മേന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ശോഭളയമ്മേന്റെ വീട്ടിലേക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കേറിയിട്ട് നമ്മ വേഗം തിരിച്ചു പോകും. ഇപ്പൊ എന്റെ സമയം 3 മണിയായി. ശോഭളയമ്മ നല്ല നെയ്പ്പക്കറിയും കോഴിക്കറിയെല്ലാം ആക്കലുണ്ട്. പക്ഷെ ഇന്ന് തിന്നാനൊന്നും സമയമില്ല, ആക്കാനും സമയമില്ല. ഇപ്പൊ ഉണ്ടോന്നേ അറിയില്ല, നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല. ഇവിടെ കുളമുണ്ട് ഗൈസ്. പൊള്ളിൽ വെള്ളമില്ല, വെള്ളം പറ്റി. ഭാഗ്യം വാതിൽ തുറന്നിട്ടുണ്ട്, ആളുണ്ട്. ഉപ്പിൽ മുക്കിട്ട് അങ്ങനെയാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പറങ്കിയാങ്ങി ഉപ്പും പിന്നെ പഴവും മുന്നിൽ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ദിബിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദിബിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. കൈയൊടിഞ്ഞ വികലാംഗനായ ദിബിൻ. അങ്ങാട് പുഴയുണ്ട്, കണ്ടാ ഒഴുകുന്ന പുഴ. ദിബിന്റെ അമ്മ തോട്ടത്തിലേക്ക് ഓടി ഓടി വരുന്നുണ്ട്. ഇതാരാ ഇപ്പൊ കളിക്കുന്നില്ലേ? സ്പീഡിൽ പോലടാ. ഇതിന്റെ മോളെ മോനാ. കുഞ്ഞു പയ്യുണ്ട്, പയ്യുമ്പുണ്ട്. പിന്നെ വലിയ കുളമുണ്ട്. വീഡിയോ എടുക്കുന്ന പറയുമ്പോഴൊക്കെ ഷർട്ട് ഇട്ടിട്ടൊന്നു നിങ്ങ വിട്ടോ, ഞങ്ങ വരുന്നല്ലേ മുകളിലേക്ക്. ഇതല്ല ദിബിന്റെ തോട്ടം. അടുക്ക ഇറ്റ്സ് ഓക്കേ. നെക്സ്റ്റ് ജനറേഷൻ യുവർസ്. That's all mine. This is Rocky's KGF. എല്ലാം എന്റെ തൊലി, എല്ലാം എന്റെ തൊലി. പുഴയോ എന്റേതെന്ന് നാളെ പറയും. ഇത് ഈ അടുക്ക ദിബിന്റെത്. നീന്താനറിയോ? ഒന്നരാള് ആഴത്തിൽ വെള്ളമുണ്ട്. നമ്മളപ്പോ ദീപിന്റെ സ്വർഗരാജ്യത്തുണ്ട് ഗൈസ്. ഇപ്പൊ ദീപിന്റെ സ്വന്തമായിട്ട് ഒരു പുഴയുണ്ട്, അതാടെ അണക്കെട്ടുണ്ട്.
തോട്ടുണ്ട്, അടുക്കുണ്ട്, ഡാം പക്ഷെ ഇവിടെ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. കാരണം അവിടെ അണക്കെട്ട് കെട്ടിയതുകൊണ്ട് ഡാം കെട്ടിയതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കര ആളുണ്ട്, നമുക്ക് ഇറങ്ങാനും പറ്റൂല. സോ ബി കെയർഫുൾ. ഇവിടെ ഒരു കോട്ടേജ് കെട്ടിയില്ല, തോണിയാ ബോട്ട് പോലെ സാധനം മനസ്സിലായി ബിസിനസ് ഐഡിയ. Let's go up. Go home. പറഞ്ഞ അങ്ങ് തിന്നൂടാ. ജിബിന്റെ റിനോവേറ്റ് ചെയ്ത വീട്. ഇത് നല്ല വാങ്ങണ്ടാ സ്റ്റെപ്പ്. സ്റ്റോർ റൂം അടിപൊളിയുണ്ട്. അപ്പൊ ദിബിന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ദിബിന്റെ അമ്മ നമുക്ക് നല്ല നാരങ്ങ വെള്ളവും പിന്നെ ചപ്പാത്തി, മീൻ കറി, നല്ല ഫ്രഷ് ആയിട്ടില്ലേ പാലും, പിന്നെ കുറെ ബേക്കറിയിലുണ്ടേനും. പിന്നെ അതെല്ലാം തിന്നു. പിന്നെ അവിടെ കുറച്ച് സമയം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ കിഷോറിന്റെ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ദിബിന്റെ വീട്ടിലും കയറി. ദിബിന്റെ അമ്മ നല്ല ഫ്രഷ് പാലും നല്ല മീൻകറിയും ചപ്പാത്തിയും തന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലത്തെ മീൻകറി ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ദിബിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി കിഷോറിന്റെ വീട്ടിൽ പോയിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക്. പിന്നെ അങ്ങനെ നമ്മൾ നേരെ കിഷോറിന്റെ വീട്ടിലെത്തി. കിഷോറിന്റെ വീട് പൊയിനാച്ചിയിലാണ്. ആടപ്പത്തേക്ക് കിഷോറിന്റെ ചേച്ചിന്റെ കുഞ്ഞിണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് കുറെ സമയം കളിച്ചു, വർത്താനം പറഞ്ഞു. പിന്നെ ഒരു ചായ ആടുന്നും കുടിച്ചിട്ട് ആടുന്നു പിന്നെ നേരെ നമ്മളെ മാങ്ങാട്ടേക്ക് പോയി. എന്നിട്ട് നമ്മൾ അപ്പം അങ്ങനെ നമ്മൾ മാങ്ങാട് വീട്ടിൽ എത്തി ഗായ്സ്. ഇവർ നമ്മളോട് നേരത്തെ വരാൻ പറഞ്ഞു എന്തിന് ഫുഡെല്ലാം ആക്കുമ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഫുഡെല്ലാം ആയിട്ടായിട്ടാണ് നിർത്തിയത്, അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്. കിഷോറിൻ്റെ വീട്ടിലും പോയി ജസ്റ്റ് ഒന്ന് കയറി. നമ്മൾ ഇപ്പോൾ മാങ്ങാട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വിരുന്നിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങാൻ വേഗം. ഞങ്ങൾ ഈ കപ്പ എന്നെ കട്ട് ചെയ്യണ്ട. ഞാൻ കപ്പ വെക്കുന്നൊക്കെ കാണണ്ടേ, ഞാൻ പത്താളെ തന്നെ കാണട്ടെ. ഫേമസ് ആവട്ടെ. നല്ല മണം ഉണ്ടല്ലോ. വേണ്ട മുണ്ട. ഹായ് സ്റ്റെല്ല. ഹലോ ഗായ്സ്. ഇപ്പൊ വരുന്നന്നെ. സ്റ്റെല്ലക്കുട്ടി ഉറങ്ങിയില്ലേ? ഉണ്ണിമോളെ ഉറങ്ങിയില്ലേ? സ്റ്റെല്ല ഹലോ ഗേൾസ്. ഹായ്. ഹലോ ഗൈസ്. പോലെ ഇല്ല, ഞാനും ഉണ്ട് അങ്ങനത്തെ കൊലത്തില്. Yo guys. How is everything? Very.
ഹായ് ഗൈസ്. ഇത് കാത്തല്ലേ നീയാണ് എനിക്ക് മനസ്സിലായിട്ടാ 3 മനസ്സിലായിട്ടാ. ഹായ്. ഇത് വിരുന്ന് സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. നമ്മൾ അപ്പുറത്തെ എച്ചി ഉണ്ടാക്കിയ ജ്യൂസാണ്. ജ്യൂസ് അല്ല, ഒരു ടൈപ്പ് ഓഫ് ജ്യൂസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ ഗൈസ്. പങ്ങണ്ട ഇതിന്റെ മുതലാളി ഇവിടെ ഇല്ല. ഇതാക്കി എന്റെ മുതലാളി. അത് അപ്പോൾ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേറെ വീഡിയോ എടുത്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സമയം വളരെ പരിമിതമായതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇത് അവളെ കെട്ടിയാണ് കേട്ടോ. ഇതെന്റെ ബ്ലോഗിന് വേണ്ടി ചായ് കൊള്ളാം. അപ്പോൾ വിരുന്നെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും 1 by 1 ആയിട്ട് വന്നിട്ട് അങ്ങനെ 1 by 1 ആയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വിരുന്നിൻ്റെ ഫുഡ് കൂടാതെ വെറുതെ ഒന്ന് രാത്രി പുറത്തിറങ്ങുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ മേൽപ്പറമ്പിൽ പോയിട്ട് നമ്മളെ ഗോൾഡൻ ബേക്കറി പോയിട്ട് ഷവർമയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തിയെ പിന്നെ മറപ്പ് തന്നെ വേറെന്തിയെ. അപ്പോൾ ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് അബിയും ദിബിനും കൂടി വന്നു. അങ്ങനെ ഗോൾഡനിൽ പോയിട്ട് ഷവർമയും കഴിച്ചു. പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോയി തിരിച്ചിട്ട് അങ്ങനെ പിന്നെ നാളെ നമ്മൾ തിരിച്ച് സിംഗപ്പൂർ പോവാണ്. അതിൻ്റെ ഒരു വ്ളോഗും കൂടി ഞാൻ ഇടുന്നതായിരിക്കും അത്രയും പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.